എനിക്ക് തോന്നുന്നു ആ ഒരു ഷോയില് ജോണും അതുപോലെ മഹാദേവനൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. നിങ്ങളൊക്കെ എപ്പോഴും ഇങ്ങനെ കോൺടാക്ട് ഉള്ള ആളുകളാണ്? ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാണ് ഇപ്പോൾ കൊച്ചിയിൽ. ഞങ്ങൾ ഈ പറഞ്ഞ വിറ്റ് എന്ന് പറഞ്ഞതിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചുണ്ട്. ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഇരിക്കും, ഒരു സ്ക്രിപ്റ്റ് ഒക്കെ ഇത് ചെയ്യാൻ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും ഇങ്ങനെ പറയുന്ന കോമഡി വർക്ക് ആവാനുള്ള ടിപ്സ് ഒക്കെ? നമ്മളെന്തായാലും ഒരു മഹാദേവ് ഇപ്പോൾ റെഗുലറായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡ് സീസണിൽ പോയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. അപ്പോൾ അവൻ ഇപ്പോൾ ഒരു സെറ്റ് ഒരു ഓൾമോസ്റ്റ് ഒരു ഇതായി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡിസ്കസ് ചെയ്യായിരിക്കും. അതിൽ വർക്കാവാത്ത എന്താണ്, വർക്കാവേണ്ടത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു പോഡ്കാസ്റ്റ് റെഗുലറായിട്ട് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം നമ്മുടെ വിറ്റ് ടോക്സ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ഉണ്ട്. അതിലും എല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ അത് ആ ഒരു കമ്പനി അങ്ങനെ പോകുന്നുണ്ട്. മഹാദേവൻ, അനീസ് അവിടെ മനോരമയിൽ പെർഫോം ചെയ്തെന്ന അവർ 2 പേരാണ്. പിന്നെ ദീപക് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആളൊക്കെ ഈ പറഞ്ഞ പോലെ അവരൊക്കെ കൊച്ചിയിൽ മുമ്പേ ഇംഗ്ലീഷിലൊക്കെ സ്റ്റാൻഡപ്പ് ചെയ്തായിരുന്നവരാണ്. ഇപ്പം മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്നത്. ആ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ബിൽഡായി വരുന്നുണ്ട്. അതിനൊരു ഓഡിയൻസ് ആയി വരുന്നുണ്ട്. നമ്മുടെ അവിടെ ഇപ്പോഴും ഒരു ടിക്കറ്റ് എടുത്ത് ഒരു ഷോ കാണാൻ ആൾക്കാർ, സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നൊരു സാധനം ഇത് ടി വിയിൽ കാണാവുന്നൊരു സാധനമല്ലേ, ഇത് എന്തിനാണ് ടിക്കറ്റ് എടുത്ത് വരണ്ടേ എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ആണ് ആൾക്കാർ ഒരു ടിക്കറ്റ് ഷോയ്ക്ക് അങ്ങനെ. പക്ഷെ അത് പതുക്കെ അതിങ്ങനെ ബിൽഡായി വരുന്നുണ്ട്.